ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോമോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ക്രീമി ചിക്കൻ പൊട്ടാറ്റോ. നോമ്പുതുറ സമയത്തും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യം ഇതിലേക്കുള്ള ഉരുളക്കിഴങ്ങിനൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 2 എണ്ണമൊക്കെ മതിയാവും. തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. വെന്തതിന് ശേഷമാണ് തൊലി കളയുന്നത്. നല്ലതുപോലെ കഴുകിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് വേവിക്കാനായിട്ട് വെക്കാം. ഉരുളക്കിഴങ്ങ് വേകുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. 300 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ, ഏകദേശം ഒരു 2 പിടിയൊക്കെ ഉണ്ടാവും. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഇതിനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും. എപ്പോഴും പറയുന്ന പോലെ മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്കിതിലേക്കൊരു വൈറ്റ് സോസ് തയ്യാറാക്കിയെടുക്കാം. വൈറ്റ് സോസ് തയ്യാറാക്കാനായി ഒരു അടിക്കട്ടിയുള്ള പാത്രം എടുക്കാം. ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു സോസ് പാനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ്, അതായത് ഉണക്കമുളക് പൊടിയും ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ബട്ടറിൽ ഈ ഒരു വെളുത്തുള്ളിയും ചില്ലി ഫ്ലേക്സും കൂടിയിട്ട് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മളെ വൈറ്റ് സോസിന്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ മൈദ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ മൈദ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വൈറ്റ് സോസിൻ്റെ കളറൊക്കെ മാറിപ്പോവും. ഇപ്പോൾ ബട്ടറും മൈദൊക്കെ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 200 ml, ഏകദേശം 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് തിളക്കുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതിലത്തെ പാലും മൈദൊക്കെ നല്ലതുപോലെ മിക്സ് ആവണം. ഒട്ടും കട്ടൊന്നും ഇല്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ബട്ടർ കുറവാണെങ്കിൽ ചിലപ്പോൾ മൈദ കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി കട്ട പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അത് മിക്സിയുടെ ജാറിലൊന്ന് കറക്കി എടുത്തിട്ട് വീണ്ടും ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒട്ടും കട്ടൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഇതൊട്ടും കട്ടിയൊന്നുമില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. തിളക്കാനായപ്പോൾ ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി തിക്കാവും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ഒറിഗാനോ, ഇത് നമ്മൾ പിസ്സയിലൊക്കെ ഇടുന്ന ഡ്രൈ ലീഫാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല, ഷാലോ ഫ്രൈ ആണ്. കുറച്ച് എണ്ണയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്നും ഇങ്ങനെ തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. ചിക്കൻ അവിടെ ഇരുന്ന് ഫ്രൈ ആവട്ടെ. അപ്പോഴേക്ക് ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വേവിച്ചെടുക്കണം. പിന്നെ ഉടച്ചെടുക്കണ്ട, ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു സബോളയും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം, ഇത് വലുതായ കാരണം ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ. ഇനി ചെറുതൊക്കെ ആണെങ്കിൽ ഒന്ന് മുഴുവനായിട്ട് എടുക്കാം. അതും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലും ചിക്കന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ചിക്കൻ നല്ലതുപോലെ വെന്ത് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തുറന്ന് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ചിക്കൻ ഫ്രൈ ആയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ഉള്ളിയും ക്യാപ്സിക്കും ചേർത്ത് കൊടുക്കാം. ഇതിലെ ഉരുളക്കിഴങ്ങും ചിക്കനും ഉള്ളിയും ക്യാപ്സിക്കും ഒക്കെ ഒരേ അളവിൽ തന്നെയാണ് കേട്ടോ എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, കുറച്ച് സ്പൈസി ആയിട്ടാവും കേട്ടോ ഇത് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഒരു നുള്ള് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സോസിലും ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴും ഉരുളക്കിഴങ്ങ് വയ്ക്കുമ്പോഴൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ലെയർ പോലെ ഒന്നിങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തൊരു ലെയർ പോലെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് 1-2 ടീസ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഇതേപോലെ അവിടെ ഇവിടെയായിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മൊസറല്ല ചീസ് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മൊസറല്ല ചീസോ അല്ലെങ്കിൽ സ്ലൈസ്ഡ് ചീസോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ചീസിനും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, നിങ്ങളെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5-10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലങ്ങനെ പ്രത്യേകിച്ച് കുക്ക് ചെയ്യാനൊന്നുമില്ല, ഇതിൻ്റെ മുകളിലത്തെ ചീസൊന്ന് മെൽറ്റായി വന്നാൽ മതി. അടി പിടിക്കാതിരിക്കാനായിട്ട് ഇതുപോലെ പഴയ പാനോ അല്ലെങ്കിൽ തട്ടോ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ പാൻ വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ചീസൊക്കെ നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ലാസ്റ്റായിട്ട് കുറച്ച് ഒറിഗാനോയും അതുപോലെ തന്നെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മല്ലിയില നല്ലോണം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ക്രീമി പൊട്ടാറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ്. നമ്മുടെ ലോഡഡ് ഫ്രൈസ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു വേർഷനാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.